വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഇന്ന് പൃഥ്വിരാജ് എന്നൊരു വലിയ നടനിലൂടെ സ്ക്രീനിൽ കാണിക്കാൻ പോവാണ്. ഞാൻ തന്നെയാണ് ഇത്. പൃഥ്വിയെ കണ്ടിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേനെ. ആടുജീവിതം കണ്ടിറങ്ങിയ നജീബിന്റെ ഈ വാക്കുകളിലുണ്ട് ചിത്രത്തിന്റെ ആഴം. സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ ജീവിതം ലോകം അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പൃഥ്വിരാജ് സാറിനുള്ള കറക്റ്റായിട്ട് അഭിനയിച്ചേക്കുന്നത്. പൃഥ്വിരാജ് സാറിവിടെ ഇല്ല, ഇപ്പം അല്ല ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണും, ഉറപ്പാണ്. ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത്. കണ്ണു നിറഞ്ഞും ഉള്ളുവിങ്ങിയുമാണ് ഓരോ പ്രേക്ഷകനും നജീബിനെ അറിയുന്നത്. ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചവർക്കും ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർക്കും സിനിമ മികച്ച അനുഭവമാണ് സമ്മാനിക്കുന്നത്. പരിശ്രമങ്ങളൊന്നും വെറുതെയായിട്ടില്ലെന്ന് ചിത്രം ഇപ്പോൾ തെളിയിക്കുന്നു. പൃഥ്വിരാജ് എന്ന നടൻ എന്നും അഭിമാനിക്കുന്ന ചിത്രം, മലയാള സിനിമയെ അടുത്ത ഓസ്കറിന് അർഹമാക്കേണ്ട ചിത്രം എന്നിങ്ങനെ നിരവധി പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. രാജുവിനെ പറ്റിയൊന്നും പറയാനില്ല, എല്ലാം നല്ല അടിപൊളി. ഓസ്കാർ തന്നെ, ഓസ്കാർ മലയാളത്തിലേക്ക് ഒരു ഓസ്കാർ ഉണ്ടെങ്കിൽ രാജുവേട്ടൻ തന്നെ കൊണ്ടുവരും. സാധാരണ നമ്മൾ സിനിമ കണ്ടു പോകില്ലേ, പക്ഷെ ഇവിടെ വിട്ട് പോവാൻ തോന്നണില്ല. അത് കണ്ടിട്ട് ആ പുള്ളിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴേ ഒന്നും പറയല്ലേ, അത്ര ടച്ചിങ് ആയിരുന്നു. നമുക്ക് നജീബ് ഖാനെ ഒന്ന് ഡയറക്റ്റ് കണ്ടാൽ കൊള്ളാന്നുള്ള പോലെ തോന്നിപ്പോയി. കാരണം ഇത് റിയൽ സ്റ്റോറിയാണല്ലോ. എന്താ പറയണ്ടേന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ അത്രയും ഇമോഷണൽ ആയി പോയാൽ ചെറിയൊരു നൊമ്പരം പോലെ ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. പുള്ളിയുടെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പീക്ക് ലെവലായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗമൊക്കെ ഒന്നും പറയാനില്ല, ശരിക്കും ജീവിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. നമ്മളറിയാതെ തന്നെ നമ്മളെന്താ പറയുക, കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരിക. ചില മൊമെന്റ്സിലൊക്കെ നമ്മൾ ശരിക്കും നമ്മളായിട്ട് തന്നെ അങ്ങനത്തെ ഒരു ഫീൽ ശരിക്കും വന്നായിരുന്നു. സംവിധായകൻ ബ്ലെസ്സിയുടെയും പൃഥ്വിരാജിന്റെയും 16 വർഷത്തെ പരിശ്രമ ഫലമാണ് ആടുജീവിതം. മൂലകൃതിയുടെ സത്ത യാതൊരു തരത്തിലും ചോർന്നു പോകാതെ വെള്ളിത്തിരയിലെത്തിയ ചിത്രം പ്രധാന സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തി പുതിയൊരു തലം ആടുജീവിതത്തിന് നൽകിയിരിക്കുകയാണ് സംവിധായകൻ. ആടുജീവിതത്തിന്റെ ദൃശ്യഭാഷയ്ക്ക് റഹ്മാൻ നൽകിയ സംഗീത വിരുന്ന് സമ്മാനിച്ചത് അത്ഭുതമാണ്. സാങ്കേതിക തികവിലും അഭിനയ മുഹൂർത്തങ്ങളിലും ക്യാൻവാസിലും എല്ലാം ഒരു സംവിധായകന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു മാസ്റ്റർ പീസാണ് ആടുജീവിതം. വൈകാരികമായി പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് ആഴത്തിലിറക്കുന്ന ബ്ലെസ്സി മാജിക് മരുഭൂമിയുടെ ഊഷരതയിൽ ഇത്തവണയും പ്രേക്ഷകരുടെ മനം നിറയ്ക്കുന്നു. മലയാളികളായ വായനക്കാരെ പിടിച്ചിരുത്തിയ നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം. ബ്ലെസ്സി തന്റെ ദൃശ്യഭാഷയിലേക്ക് ഈ നോവലിനെ പുനരവതരിപ്പിക്കുകയാണ്. കഷ്ടപ്പാടിന്റെ നാളുകളിൽ നിന്നും ജീവിതവും കുടുംബവും കരകയറാൻ വേണ്ടി ഗൾഫിലെ ജോലി സ്വപ്നം കണ്ട് വിമാനം കയറുന്ന നജീബ്. എന്നാൽ ഗൾഫ് നാട്ടിൽ അയാളെ കാത്തിരിക്കുന്നത് നല്ല ജോലിയും താമസവും ഭക്ഷണവും ഒന്നുമായിരുന്നില്ല. മരുഭൂമിയിൽ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുന്ന പണി, അടിമപ്പണി. അവിടെ നിന്നും നജീബിന്റെ യാതനകളും രക്ഷപ്പെടലുമാണ് ബ്ലെസ്സി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജ് എന്ന താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റോളുകളിൽ ഒന്നാണ് നജീബ്. നജീബായി താൻ ജീവിക്കുകയായിരുന്നു എന്ന് പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്ന പൃഥ്വിയുടെ വാക്കുകൾ വെറുതെ ആയില്ലെന്നാണ് ചിത്രം കാണുമ്പോൾ വ്യക്തമാകുന്നത്. ചിത്രത്തിലെ എല്ലാ രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണ് നജീബ്. എന്നാൽ രൂപത്തിലും ഭാവത്തിലും തനിക്ക് നേരിട്ട ദുരിതങ്ങൾ ഏൽപ്പിക്കുന്ന പരിക്ക് ശരീരത്തിലും ശബ്ദത്തിലും എല്ലാം ആവാഹിക്കുന്ന ഒരു മാന്ത്രികാഭിനയം തന്നെ പൃഥ്വിരാജ് പുറത്തെടുക്കുന്നുണ്ട്. എത്രയോ കാലം ശാരീരികമായ വലിയ പ്രയത്നമെടുത്താണ് പൃഥ്വിരാജ് നജീബായി മാറിയത്. അത് ചിത്രത്തിലെ ചില രംഗങ്ങളിൽ പ്രേക്ഷകരെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വ്യക്തമാകുന്നുണ്ട്. അത്ഭുതവും ഇമോഷനും നിറയ്ക്കുന്ന രംഗങ്ങളാണവ. ഒപ്പം നജീബിന്റെ ദുരിതങ്ങളെ, ജീവിത പോരാട്ടത്തെ, അതിജീവനത്തെ എല്ലാം പ്രേക്ഷകരോട് ചേർത്ത് വെക്കുന്ന ഒരു ഗംഭീര തിരക്കഥ തന്നെയാണ് ബെന്യാമിന്റെ കഥയ്ക്ക് ബ്ലെസ്സി ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ മറ്റു കഥാപാത്രങ്ങൾക്കും അതിന്റേതായ പ്രാധാന്യം ബ്ലെസ്സിയുടെ തിരക്കഥ. പൃഥ്വിയുടെ ഭാര്യ സൈനുവായി എത്തുന്ന ആമല പോളാണ്. ഒപ്പം അമ്മയായി ശോഭാ മോഹനും എത്തുന്നു. അതേസമയം ഹക്കിം എന്ന വേഷം ചെയ്ത ഗോകുൽ, ഇബ്രാഹിം ഖാദിരി എന്ന വേഷം ചെയ്ത ജിമ്മി ജീൻ ലൂയിസ് എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മലയാളി വായനക്കാരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന കഥയാണ് മരുഭൂമിയിൽ ആടുജീവിതം നയിച്ച നജീബിന്റേത്. അതിന് സംവിധായകൻ ബ്ലെസ്സി ഒരു പുതിയ ദൃശ്യാവിഷ്കാരം നൽകുകയാണ്. എന്നും മലയാളി മറക്കാത്ത നോവലിനെ അതിനൊത്ത ചലച്ചിത്ര കാവ്യമാക്കി മാറ്റാൻ ഒരു പതിറ്റാണ്ടോളം എടുത്ത നിർമ്മാണത്തിലൂടെ ബ്ലെസ്സിക്ക് സാധിച്ചിരിക്കുന്നു. ഇതിന് മുകളിൽ ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്ന് സംശയം അമ്പരപ്പിക്കുന്ന, കരയിക്കുന്ന ആടുജീവിതം എന്ന് പ്രതികരിക്കുന്നു പ്രേക്ഷകർ. മലയാള സിനിമയുടെ സുവർണകാലം എന്ന വിശേഷണത്തോടെ. മലയാള സിനിമയിലേക്ക് ഇങ്ങനെ സിനിമ എടുക്കാൻ പറ്റും എന്ന് തെളിയിച്ചു ബ്ലെസ്സി സാർ. എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ആ മൊത്തം സിനിമയിൽ എന്താ പറയേണ്ടത്? ഡയറക്ഷൻ പറയണോ, മേക്കിംഗ് പറയണോ, ആക്ടിങ് പറയണോ? അതിൽ ഓരോ ആൾക്കാരും നമ്മളെ ദേഷ്യപ്പെടുത്തേണ്ട സ്ഥലത്ത് നമ്മൾക്ക് ശരിക്കും വെറുപ്പ് ഉണ്ടാക്കി. രാജുവൊക്കെ ഇനി ചെയ്യാൻ പറ്റില്ല. രാജുവൊക്കെ അങ്ങ് അറ്റം ചെയ്ത് വെച്ചു. രാജുവിന് ഇനി ഇതിനപ്പുറം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്ര മനോഹരമായ ടച്ചിങ് ആയിട്ടുള്ള
ഒരു ഓസ്കാർ ലെവലിലുള്ള ഒരു സിനിമ. സത്യം നമ്മുടെ മലയാള സിനിമ 2024 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ കാലഘട്ടമാണ്, സുവർണ്ണ കാലഘട്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും തെലുങ്കാണെങ്കിലും അങ്ങനെയുള്ള ഭാഷകളിലെ സിനിമകൾ നിറഞ്ഞാടിക്കൊണ്ടിരുന്ന സിനിമാ ലോകത്ത് ഇന്ന് അവരോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ മലയാള സിനിമ എത്തി നിൽക്കുകയാണ്. അതിൽ ശരിക്കും ഞാനും അതിലൊരു പാർട്ടാണ്. അതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഇത് ഇവിടെ നിന്ന് നിൽക്കില്ല കേട്ടോ, ആടുജീവിതം ഇവിടെ നിന്ന് നിൽക്കില്ല, പോവും, പുറത്തോട്ട് പോവും ഉറപ്പ്. ഏതായാലും വളരെ ഇഷ്ടപ്പെട്ടു.